രമേശ് ചെന്നിത്തലയ്ക്ക് ശശി തരൂർ ഒരു അന്തർദേശീയ പൗരനായിരിക്കാം. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് കുറേ ഗുണങ്ങളുമുണ്ടാകാം. അദ്ദേഹം അന്തർദേശീയ പൗരനായതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കോ തിരുവനന്തപുരം മണ്ഡലത്തിലെ ജനങ്ങൾക്കോ എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയതായി രമേശ് ചെന്നിത്തലയ്ക്ക് ഇവിടെ വ്യക്തമാക്കാൻ കഴിയുമോ? തിരുവനന്തപുരത്ത് ഒരു മഴ പെയ്താൽ അവിടെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അന്തർദേശീയ പൗരൻ ആ വെള്ളം ഇന്നേ വരെ കണ്ടിട്ടില്ല. വെള്ളം വരുമ്പോൾ ഇദ്ദേഹം ഡൽഹിയിലിരുന്ന് സുഖിക്കുകയാണ്. Hello. Please, ma'am, please don't touch me. This is not the place to show all these cheap sentiments. നമ്മുടെ ഡ്രൈവറാ അറിയാം, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ശംഭു. എനിക്ക് ഓർമ്മയില്ല. വെൽ, സ്റ്റേറ്റ്സിൽ VIP റിസീവ് ചെയ്യുന്ന ഇങ്ങനെയല്ല. ഞാൻ കാണിച്ചു തരാം. Stretch your hands like this. Keep your head down. ശശി തരൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൃഷ്ണകുമാർ സാമ്പത്തികമായി വളരെ പിന്നിലാണ്. 2 അമ്മമാർ ക്ഷേമ പെൻഷൻ ലഭിക്കാതെ ചട്ടിയുമായി സമൂഹത്തിന് മുന്നിൽ വന്നപ്പോൾ അവർക്കും കൈത്താങ്ങായത് ഈ കൃഷ്ണകുമാർ തന്നെയാണ്. അത് സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് തന്നെയാണ് അവർക്ക് പൈസ പെൻഷനായി നൽകുവാൻ തയ്യാറായത്. ശശി തരൂരിനെ പോലുള്ള ഒരു അന്തർദേശീയ പൗരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ MPയോ MLAയോ ആയതുകൊണ്ട് ഒരു നേട്ടവും കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുവാനില്ല. ഇവർക്ക് ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അത്തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര പൗരൻ തന്നെയാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വിരാജിക്കുന്നത്. മെച്ചപ്പെടുത്താൻ സഹായിക്കണം. പിന്നെ ഓരോ കുട്ടിയുടെയും വ്യക്തിത്വ വികസനം അതിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വേണം. വിളിച്ചോ കാലത്ത് മുതൽ ഞാൻ അന്വേഷിച്ച് നടക്കുക. ആരെ? വിജയേട്ടനെ തന്നെ. സത്യം പറയാ, അയാളെ കണ്ട ആ നിമിഷം മോന്തക്കിട്ട് ഞാൻ അടക്കം കൊടുക്കും. 70 വയസ്സ് കഴിഞ്ഞിട്ടും വ്യക്തിത്വത്തിൽ മാറ്റമുണ്ടാക്കാൻ സ്വയം കഴിയാത്ത വ്യക്തിയാണ്. പിഞ്ചു കുരുന്നുകളുടെ മനസ്സിലേക്ക് വ്യക്തിത്വ വികാസത്തിൻ്റെ ക്ലാസുമായി ഇറങ്ങിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, നമ്മുടെ എല്ലാവരുടെയും വകയാണ്. ഈ നിർദ്ദേശിത രാജ്യസഭാ അംഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഒന്ന് അന്വേഷിക്കേണ്ടി വരും. പാവങ്ങളുടെ ദൈവമാണ് അതേ പറയാനുള്ളൂ. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കസേരയും സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര പൗരനും ഇപ്പോൾ കേരളം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപ്റ്റനും കൂടി കേരളത്തിൻ്റെ നട്ടെല്ലൊടിച്ചു 70 കൊല്ലം 2 പേരും മാറി മാറി ഭരിച്ച് ജനങ്ങളെ പറ്റിച്ചു. സുരേഷ് ഗോപി അവരുടെ മനസ്സിൻ്റെ പ്രതീക്ഷയാണ്. ഓരോ നിമിഷവും അവർ സുരേഷ് ഗോപിയിലാണ് പ്രതീക്ഷ കണ്ടെത്തുന്നത്. കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഓരോ കാര്യത്തിനും പരിഹാരം കണ്ടെത്തുന്നതിന് അദ്ദേഹം കേരളത്തിൽ ഉടനീളം ഓടി നടക്കുന്നത് നമ്മൾ കാണുകയും അതിനുള്ള ശാശ്വതമായ ഒരു പരിഹാരവും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അതുതന്നെയാണ് ജനങ്ങളുടെ ഈ പ്രതീക്ഷയും. യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് ഒരു തീറ്റ മത്സരം തന്നെയാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു വിഭവസമൃദ്ധമായ തീറ്റയ്ക്ക് വേണ്ടി ഈ ജനങ്ങളുടെ നികുതി പണമെടുത്ത് ഒരു ഉളുപ്പുമില്ലാതെ തിന്നുന്നതിന് നാണം പോലും ഇല്ലാത്ത മുഖ്യമന്ത്രിയും അവരുടെ കുറേ അനുയായികളായ വിഡ്ഢിക്കോമരങ്ങളായ മന്ത്രിമാരും. പ്രതീക്ഷ അറ്റുനിൽക്കുന്ന ഈ അമ്മമാരുടെ മുഖമൊന്ന് ഓർത്താൽ നന്ന്. മുതലാളിമാര് വിളമ്പി തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ? അതെ, അങ്ങനെ ശീലായി പോയി. ശീലം മാറ്റണ്ട. ഞാനും ഒരു ചെറിയ മുതലാളിയാ, ഞാൻ വിളമ്പി തരാം. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നീ കുറെ കാലം ആയിക്കോണല്ലോ. അടിച്ചു കേട്ടെ. തൈര് മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങടി. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടരുതെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ? സർക്കാരിന്റെ കാര്യം ഇവിടെ ആരെ പറഞ്ഞേ? നമ്മളുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥും ഭക്ഷണം കഴിക്കുന്നത് എത്ര ലളിതമായ രീതിയിലാണെന്ന് അതുകൂടി നിങ്ങളൊന്ന് കാണുക.
അപ്പോൾ മനസ്സിലാകും നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ഈ വിഡ്ഢിക്കോമരങ്ങൾ ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് തിന്നു മുടിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇനിയെങ്കിലും ഇവരെയെല്ലാം അടിച്ചു പുറത്താക്കി ചാണാൻ വെള്ളം തളിക്കുവാനുള്ള അവസരമായെന്ന് ഓരോ കേരളീയനും ചിന്തിക്കുക. ഒരു വശത്ത് തീറ്റ മത്സരവും മറ്റൊരു വശത്ത് പ്രജകളെ കാണുവാനുള്ള രാജാവിൻ്റെ ഊരുചുറ്റലും പ്രജകൾക്ക് ദർശനം നൽകലും മറ്റൊരു വശത്ത് 1000 വണ്ടികളുടെ അകമ്പടിയോടുകൂടി. എന്നാൽ ഭാരതത്തിൻ്റെ ധനകാര്യമന്ത്രിയായ നിർമ്മലാ സീതാരാമൻ എത്ര ലളിതമായ രീതിയിൽ യാത്ര ചെയ്യുന്നു. ഒരു അകമ്പടി സേവയുമില്ല, ഒരു കാവൽക്കാരുമില്ല. ഇതുപോലെ കേരളീയരും കിറ്റിലകപ്പെട്ടുപോയി. തങ്ങളെ രക്ഷിക്കുവാൻ സുരേഷ് ഗോപി വരുമെന്നതാണ് അവരുടെ ആകെയുള്ള പ്രതീക്ഷ. ജീവനം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടലിലേക്കാണ് അതിന് ശക്തി പകരാൻ സാധിക്കുന്നതെങ്കിൽ അതിൽ ഒരു സാധ്യത പോലും ഇല്ലായ്മ ചെയ്തു പോകാൻ പാടില്ല എന്ന് പറയുന്ന വലിയ ഉദ്ദേശം ആദിശങ്കരനാത്മബോധമുണർന്നുയർന്നൊരു കേരളം, ദ്വൈതമില്ലദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം, മാതൃഭാരത പാദപീഠമിതാണു കേരള പുണ്യഭൂ, ശക്തിയും ശിവനും പരസ്പരമോട്ടമേറ്റമരുന്നിടം.